ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 33. 5-ാം അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകളുണ്ട്? ഏതെല്ലാം? 2 ഹെഡിങ്ങുകളാണുള്ളത്. 1 ദൈവത്തെ അനുകരിക്കുക, 2 ഭാര്യ ഭർത്താക്കന്മാർ. ആരെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് 5:1 പറയുന്നത്. വത്സല മക്കളെ പോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. എന്ത് പോലെ? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു എന്തായിട്ടാണ് നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? സുരഭില കാഴ്ചയും ബലിയുമായി. നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെയൊക്കെ പേരുപോലും കേൾക്കരുത് എന്നാണ് 5:3 പറയുന്നത്. വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും. എങ്ങനെ വർത്തിക്കുവിൻ എന്നാണ് 5:3 പറയുന്നത്? വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 5:4 ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നത്? 1 മ്ലേച്ഛത, 2 വ്യർത്ഥ ഭാഷണം, 3 ചാബല്യം. മ്ലേച്ഛതയ്ക്കും വ്യർത്ഥ ഭാഷണത്തിനും ചാബല്യത്തിനും പകരം എന്താണ് ഉചിതം? കൃതജ്ഞതാ സ്തോത്രം. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്ക്? 1 വ്യഭിചാരിക്ക്, 2 അശുദ്ധന്, 3 അത്യാഗ്രഹിക്ക്, 4 വിഗ്രഹാരാധകന്. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും അവകാശമില്ലാത്തത് ആരുടെ രാജ്യത്തിലാണ്? ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും. ആരും നിങ്ങളെ എങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് 5:6 പറയുന്നത്? അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ആരുടെ മേലാണ് ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നത്? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. 5-ാം അധ്യായം 7-ാം വാക്യം എഴുതുക. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ എന്തായിരുന്നു എന്നാണ് 5:8 പറയുന്നത്? അന്ധകാരം. ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു എന്നാണ് 5:8 പറയുന്നത്? കർത്താവിൻ്റെ പ്രകാശം. ആരെപ്പോലെ വർത്തിക്കുവിൻ എന്നാണ് 5:9 പറയുന്നത്? പ്രകാശത്തിൻ്റെ മക്കളെ പോലെ. പ്രകാശത്തിൻ്റെ ഫലം എന്തിലെല്ലാമാണ് പ്രത്യക്ഷപ്പെടുന്നത്? സകല നന്മയിലും നീതിയിലും സത്യത്തിലും. 5-ാം അധ്യായം 10-ാം വാക്യം എഴുതുക. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. 5:10 അനുസരിച്ച് വിവേചിച്ചറിയേണ്ടത് എന്താണ്? കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ. എന്തിൽ പങ്കുചേരരുത് എന്നാണ് 5:11 പറയുന്നത്? അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ എന്തു ചെയ്യുവിൻ എന്നാണ് 5:11 പറയുന്നത്? കുറ്റപ്പെടുത്തുവിൻ. 5:12 അനുസരിച്ച് അവർ ചെയ്യുന്ന ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ലജ്ജാവഹം? രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച്. 5:12 പ്രശോഭിക്കും എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. 5:13 എഴുതുക. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്. 5:14 അനുസരിച്ച് എന്താണ് പറയപ്പെട്ടിരിക്കുന്നത്? ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. 5:15 എഴുതുക. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ ഡാഷ് ദിനങ്ങളാണ്.
നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. തിന്മയുടെ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളായതുകൊണ്ട് എന്തു ചെയ്യുവിൻ എന്നാണ് 5:16 പറയുന്നത്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ എന്ത് മനസ്സിലാക്കുവിൻ എന്നാണ് 5:17 പറയുന്നത്. കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അതിൽ ദുരാസക്തിയുണ്ട്. 5:18 അനുസരിച്ച് എന്തിനാലാണ് പൂരിതരാകേണ്ടത്? ആത്മാവിനാൽ. 5:19 എങ്ങനെ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. സങ്കീർത്തനങ്ങളാൽ, ഗാനങ്ങളാൽ, ആത്മീയ ഗീതങ്ങളാൽ. എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത്? ഗാനാലാപങ്ങളാൽ. എപ്പോഴും എന്തിനു വേണ്ടിയാണ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? എല്ലാറ്റിനും വേണ്ടി. ആരുടെ നാമത്തിലാണ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എപ്പോഴും എന്തു ചെയ്യുവാനാണ് 5:20 പറയുന്നത്? എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തിനെ പ്രതിയാണ് നാം പരസ്പരം വിധേയരായിരിക്കേണ്ടത്? ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നാം എങ്ങനെ ആയിരിക്കാനാണ് 5:21 പറയുന്നത്? പരസ്പരം വിധേയരായിരിക്കാൻ. 5-ാം അധ്യായത്തിൻ്റെ 2-ാം ഹെഡിങ് എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ. കർത്താവിന് എന്ന പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്ന് പറയുന്ന വചനം ഏത്? 5-ാം അധ്യായം 22-ാം വാക്യം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്ന് പറയാൻ കാരണം എന്ത്? എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. എന്തുപോലെയാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസ്സായിരിക്കുന്നത്? ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. സഭയാകുന്ന ശരീരത്തിൻ്റെ രക്ഷകൻ ആരാണ്? ക്രിസ്തു. ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഏതുപോലെ? സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ. 5:25 ക്രിസ്തു സ്നേഹിച്ചത് ആരെ എന്നാണ് പറയുന്നത്? സഭയെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതോടൊപ്പം മറ്റെന്തു കൂടി ചെയ്തു? അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. 5:25 അനുസരിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ചെയ്തത് എന്താണ്? ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ക്രിസ്തു സഭയെ കഴുകിയത് എന്തുകൊണ്ട്? ജലം കൊണ്ട്. എങ്ങനെയാണ് വെണ്മയുള്ളതാക്കിയത്? വചനത്താൽ. ക്രിസ്തു സഭയെ എങ്ങനെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്ന കാര്യമാണ് 5:27 പറയുന്നത്. കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി. സഭ എങ്ങനെ ആയിരിക്കുന്ന കാര്യമാണ് 5:27 പറയുന്നത്. കളങ്കരഹിതയും പരിശുദ്ധയും. ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് എന്തിനു വേണ്ടിയാണ്? സഭയെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടി. 5:28 അനുസരിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സ്വന്തം ശരീരത്തെ എന്ന പോലെ. അവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആര്? ഭാര്യയെ സ്നേഹിക്കുന്നവൻ. ആരും ഒരിക്കലും വെറുക്കുന്നില്ലാത്തത് എന്തിനെയാണ്?
സ്വന്തം ശരീരത്തെ. ഒരുവൻ തൻ്റെ ശരീരത്തെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്നാണ് 5:29 പറയുന്നത്. ക്രിസ്തു സഭയെ എന്ന പോലെ. 5:30 എഴുതുക. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ സംഭവിക്കുന്നത് എന്ത്? ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ ഡാഷ് 5:32 അനുസരിച്ച് പൂരിപ്പിക്കുക. രഹസ്യമാണ്. എന്തിനോട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് അപ്പോസ്തലൻ ഭാര്യാഭർത്താക്കന്മാരെക്കുറിച്ച് പറയുന്നത്? സഭയോടും ക്രിസ്തുവിനോടും. നിങ്ങളിൽ ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം എന്നാണ് 5:33 പറയുന്നത്? തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പൗലോസ് നൽകുന്ന പ്രബോധനം എന്ത്? ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.